ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സേമിയ പായസം ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ സേമിയ പാൽ പായസമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഐറ്റംസ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് ഞാൻ. സേമിയ നന്നായിട്ട് പൊടിച്ച ശേഷം പാനിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട, ആവശ്യത്തിന് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കുക. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ടൈമിനായി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ളൊരു ഉപ്പാണ് അതിൽ ചേർക്കേണ്ടത്, അതിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. നന്നായിട്ട് വെന്താൽ മാത്രമേ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ടൈം കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. അങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. മിൽക്ക് മെയ്ഡ് ലാസ്റ്റാണ് ഒഴിക്കേണ്ടത്, നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പം ആദ്യം തന്നെ മധുരം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ പാക്കറ്റ് കവർ പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ പാൽ നന്നായിട്ട് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി തിളക്കാനിടുക കേട്ടോ. അപ്പോഴേക്കും വെന്ത ശേഷം മാത്രമേ പാൽ ഒഴിച്ച് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പാൽ മാത്രം യൂസ് ചെയ്തിട്ടാണെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നന്നായിട്ട് വേവണമെന്നുണ്ടെങ്കിൽ പാൽ കൂടുതൽ ആവശ്യമായിട്ട് വരും കേട്ടോ. അതിനുശേഷം തിളച്ച് നന്നായിട്ട് വന്നതിന് ശേഷം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയൊരു ഏലക്ക ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു സ്മെല്ലിന് വേണ്ടിയാണ്. പിന്നെ കശുവണ്ടിയും മുന്തിരിയും വറുത്ത് വെച്ച് ഇട്ട് കൊടുത്ത് നല്ല ഭംഗിക്ക് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡിയായപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.